ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണല്ലോ? ഓൺലൈനിലുള്ളവർക്ക് കേൾക്കാമോ? ഓക്കെ, തുടങ്ങാൻ ഇത്തിരി വൈകി. ഇവിടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ കഴിയാൻ ഇത്തിരി വൈകി പോയതാ. നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്നലെ മലയാള കവിതയുടെ ചരിത്രമാണ് ചർച്ച ചെയ്തത് അല്ലേ? അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള പല യൂണിറ്റുകളിലായിട്ട് നമ്മൾ പഠിക്കുന്ന ഒന്നാണ് മലയാള ഗദ്യം എങ്ങനെ വളർന്നു എന്നുള്ളത്. അപ്പം ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു കാലത്ത് സാഹിത്യം എന്ന് പറയുന്നത് കവിതയാണ് എന്നാണ് ഒരു ഭാരതീയ സങ്കല്പം. ശരിക്കും അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാചീന കാലത്തെ ഇപ്പോൾ ഭാരതത്തിലെ എല്ലാ ഭാഷകളിലും സാഹിത്യം എന്ന രീതിയിൽ വളർന്നിട്ടുള്ളത് കവിതകളാണ്. പുരാണങ്ങളെല്ലാം കവിതയിലാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാള സാഹിത്യം വളരുന്ന ആദ്യഘട്ടത്തിലൊന്നും ഗദ്യരൂപത്തിലുള്ള വലിയ സാഹിത്യ മാതൃകകൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ പറയുമ്പോഴും നമുക്ക് 9ാം നൂറ്റാണ്ട് മുതൽ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ചില ഗദ്യരൂപങ്ങൾ, അത് ഗദ്യം എന്ന് പറഞ്ഞാൽ ഗദ്യ സാഹിത്യമാകണമെന്ന് നിർബന്ധമില്ല, ഗദ്യ മാതൃകകൾ നമുക്കുണ്ട് 9ാം നൂറ്റാണ്ട് മുതൽ. നമുക്ക് ഒരു യൂണിറ്റ് പഠിക്കാനുണ്ട്, പ്രാചീന മലയാള ഗദ്യങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പം അതിൽ നമ്മൾ പഠിക്കുന്നത് 9ാം നൂറ്റാണ്ട് മുതലുള്ള മലയാളത്തിലെ ശാസനങ്ങൾ, നമ്മൾ കണ്ടെടുക്കപ്പെട്ട ശാസനങ്ങൾ മുതലാണ് പഠിക്കുന്നത്. ശാസനങ്ങൾ എന്നൊക്കെ പറയുന്ന അക്കാലത്ത് രാജാക്കന്മാർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി കല്ലി കൊത്തി വെക്കുകയോ ചെമ്പ് തകിടിൽ എഴുതുകയോ ഒക്കെ ചെയ്യുന്ന അന്ന് മുതലുള്ള ഗദ്യ മാതൃകയിലുള്ള രൂപങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗദ്യ മാതൃകയിലുള്ള രൂപങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് എല്ലാം സാഹിത്യ കൃതികളല്ല. അപ്പോൾ നമുക്ക് ഇവയെ വെച്ചാണ് നമ്മൾ മലയാള ഗദ്യം എങ്ങനെ വളർന്നു, മലയാള ഗദ്യത്തിന്റെ വളർച്ചയെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അതാണ് ശാസനങ്ങൾ മുതൽ ഇന്ന് നമ്മൾ ഗദ്യം ഉപയോഗിക്കുന്നതിന്. ഇന്ന് നമ്മുടെ സാഹിത്യത്തിന്റെ വലിയൊരു മേഖല, അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറഞ്ഞാൽ ഇന്ന് കൂടുതൽ ഗദ്യമാണ്. കാരണം ഇന്ന് പദ്യം അത്ര ജനപ്രിയമായ ഒരു സാഹിത്യ രൂപമായിട്ട് കരുതപ്പെടുന്നില്ല. കാരണം കൂടുതൽ വിറ്റ് പോകുന്ന പുസ്തകങ്ങൾ നോക്കിയാൽ നോവലും ചെറുകഥയൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഗദ്യ വായനയാണ് ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. വേറൊരു കാര്യം, പദ്യം വായിക്കാൻ കുറച്ചും കൂടി നമ്മുടെ ഭാവനയും നമ്മുടെ ഇതൊക്കെ കുറെ കൂടി പ്രവർത്തനരഹിതമാവണം. അല്ലാതെ ഒരു ഗദ്യം വായിക്കുന്ന അത്ര ലാഘവത്തോടെ ചിലപ്പോൾ പദ്യത്തെ നമുക്ക് ആസ്വദിക്കാൻ കഴിയണമെന്നില്ല. ഒരു ആസ്വാദന ക്ഷമത നമുക്കുണ്ടാവണം. അപ്പൊ അത്തരത്തിൽ ഇന്ന് ഉത്തരാധുനിക എഴുത്തുകൾ വരെ എത്തി നിൽക്കുന്ന ഒരു ഗദ്യ സാഹിത്യ ചരിത്രം പല യൂണിറ്റുകളിലായി നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്ക് ഇന്നതൊന്ന് ചുരുക്കി നോക്കാം. അതിനെങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, ഓരോ ഭാഗത്തും നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കണം, എന്ത് രീതിയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മൾ നമ്മുടെ യൂണിറ്റുകളിൽ പഠിക്കുന്ന പല യൂണിറ്റുകളിലായിട്ടാണ് നമ്മളിത് പരിശോധിക്കുന്നത്. അതിൽ ഗദ്യത്തിന്റെ ചരിത്രം പഠിച്ചു തുടങ്ങുന്നത് പേപ്പർ 1 സെക്ഷൻ എയിൽ വരുന്ന പ്രാചീന മലയാള ഗദ്യങ്ങൾ എന്ന് പറയുന്നൊരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 9 മുതൽ 15 വരെയുള്ള നൂറ്റാണ്ടിനകത്ത് മലയാള ഭാഷയ്ക്കകത്ത് സംഭവിച്ച പരിവർത്തനങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അതിന്റെ പഠനം എന്ന് പറയുമ്പോൾ 9ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കണ്ടുകിട്ടിയിട്ടുള്ള ശാസനഗദ്യം അല്ലെങ്കിൽ ശാസനങ്ങളുടെ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ 9ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ശാസനങ്ങൾ വെച്ച് പരിശോധിച്ച് നമ്മൾ എന്തായിരുന്നു അക്കാലത്തെ മലയാളം എന്ന് പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ശാസനങ്ങൾ പൂർണ്ണമായും മലയാളത്തിന്റെ വ്യവഹാര ഭാഷയെ അടയാളപ്പെടുത്തുന്നില്ല എന്നാണ് ഭൂരിഭാഗം പേരും പറഞ്ഞത്. എന്ന് വെച്ചാൽ മലയാളികൾ സംസാരിക്കുന്ന അക്കാലത്തെ ഭാഷയല്ല ശാസനങ്ങളിലുള്ളത്, മറിച്ച് അക്കാലത്തെ രാജാക്കന്മാരുടെ ഭാഷയും മലയാളികളായ ഇവിടെയുള്ള കേരളീയരായ ആളുകളുടെ ഭാഷയും ഇടകലർത്തിയിട്ടുള്ളൊരു ഭാഷയാണ്. എന്ന് വെച്ചാൽ ഉത്തരവുകൾ എഴുതി തയ്യാറാക്കുന്നത് രാജാക്കന്മാർക്ക് വേണ്ടിയാണ്. സ്വാഭാവികമായി രാജാക്കന്മാർ അന്ന് തമിഴ് ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ ചെന്തമിഴ് മാതൃഭാഷയായിട്ടുള്ള ആളുകളാണ് അക്കാലത്ത് കേരളം ഭരിച്ചിരുന്നത്. ചേര രാജ്യമാണ് കേരളമായെന്നല്ലേ നമ്മൾ പറയുന്നത്. ചേര, പാണ്ഡ്യ, ചോള രാജ്യങ്ങളായിരുന്നു ഈ തെക്കൻ ഇന്ത്യ മുഴുവൻ. അപ്പോൾ അവിടെ നിന്ന് ഈ തമിഴ് മാതൃഭാഷയായിട്ടുള്ള രാജാക്കന്മാർ കേരളത്തിലെ പല നാട്ടുരാജ്യങ്ങളും ഭരിക്കുമ്പോൾ അവരുടെ ഉത്തരവുകളിൽ തമിഴിന്റെ വലിയ സ്വാധീനമുണ്ട്. അതേസമയം ഇത് അവർ ആളുകൾക്ക് വേണ്ടിയാണ് എഴുതുന്നത്. അതിൽ ആ ആളുകളോടുള്ള ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മലയാളത്തിന്റെ കലർപ്പുണ്ട്. അങ്ങനെ ഈ ശാസനഗദ്യം എന്ന് പറയുന്ന ഒരേ സമയം അക്കാലത്തെ വ്യവഹാര ഭാഷയെയും അതേസമയം രാജഭാഷയെയും അടയാളപ്പെടുത്തുന്നു എന്നാണ് പണ്ഡിതർ, ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഗദ്യത്തിലൂടെ മലയാളത്തിന്റെ വളർച്ചയെ കുറിച്ച് പഠിച്ചു തുടങ്ങുന്നത്. തുടർന്ന് നമ്മൾ ഈ ശാസ്ത്രങ്ങൾക്ക് ശേഷം നമുക്ക്
ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 6 നൂറ്റാണ്ടുണ്ട്, ഒരു 600 വർഷത്തിനകത്ത് മലയാളത്തിലെ ചില എണ്ണം പറഞ്ഞ കൃതികളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, തെളിവുകൾ എന്ന രീതിയിൽ കണ്ടുകിട്ടിയിട്ടുള്ളത്. അതിലൊന്ന് ഭാഷാ കൗടില്യമാണ്. അത് 12-ാം നൂറ്റാണ്ടിലാണ്, 1100കളിലാണ് ഭാഷാ കൗടില്യത്തിന്റെ രചനാകാലം എന്ന് നമ്മൾ കണക്കാക്കുന്നു. ഭാഷാ കൗടില്യത്തിലേക്ക് വരുമ്പോൾ രാജഭാഷയായ ചെന്തമിഴ്, വ്യവഹാര ഭാഷയും ചെന്തമിഴും കലർന്ന ഒന്നാണ് ശാസനങ്ങളിൽ കാണുന്നതെങ്കിൽ ഭാഷാ കൗടില്യത്തിലേക്ക് വരുമ്പോൾ അതിലേക്ക് സംസ്കൃതം കൂടി കലരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെയാണ് മലയാളത്തിന്റെ ഗദ്യം വളരുന്നത്. കാരണം സംസ്കൃതം വളരാനുള്ള കാരണം 12-ാം നൂറ്റാണ്ടിനെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോൾ ഇവിടെ നമ്പൂതിരിമാര് വന്നു, ബ്രാഹ്മണർ ഇവിടെ ഒരു ശക്തിയായി മാറി, അവരുടെ ആര്യഭാഷയായിട്ടുള്ള സംസ്കൃതവും ഇവിടെ കലർന്നു. സ്വാഭാവികമായും ആ കലർപ്പ് ഭാഷ എല്ലാ ആളുകളുടെ വ്യവഹാര ഭാഷയിൽ സംഭവിക്കുകയാണ്. ആ സംഭവത്തിന്റെ ഭാഗമായിട്ട് 12-ാം നൂറ്റാണ്ടായപ്പോഴേക്കും നേരത്തെയുള്ള വ്യവഹാര ഭാഷയും തമിഴും കലർന്ന കലർപ്പിലേക്ക് സംസ്കൃതം കലർന്നു. ഈ രണ്ട് കലർപ്പിനെയാണ് C.L. ആന്റണി ഒരു നീച രാജഭാഷ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്തെടുത്തോളൂ. ഞാൻ ഇന്ന് ആമുഖമൊന്നും ഇല്ലാണ്ട് തുടങ്ങിയത് 5 മിനിറ്റ് വൈകിയത് കൊണ്ടാണ്. ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തെടുക്കണം. ഇതിനെയാണ് നീച രാജഭാഷ എന്ന് C.L. ആന്റണി പറഞ്ഞത്. ചന്തമിഴിലേക്ക് വ്യവഹാര ഭാഷ കടന്നു കയറി അതിലേക്ക് പിന്നീട് സംസ്കൃതം കലരുന്നു. ഇതിന്റെ ഒരു മൊത്തത്തിലൊരു അവിയൽ പരുവാണ് ഭാഷാ കൗടില്യം നമ്മൾ കാണുന്നത്. ധാരാളം കേരളീയ പദങ്ങളുണ്ട്, സംസ്കൃതമുണ്ട്, തമിഴുണ്ട്. അല്ല, ശാസന ഭാഷയാണ് നീചരാജഭാഷ എന്ന് പറയുന്നത്. അതിലേക്ക് സംസ്കൃതം കൂടി കലർന്ന രൂപമാണ് ഭാഷാ കൗടില്യത്തിൽ കാണുന്നത്. പിന്നീട് അടുത്തൊരു ഘട്ടം വരുമ്പോൾ തമിഴ് രാജാക്കന്മാരുടെ ശക്തി കേരളത്തിൽ ക്ഷയിക്കുകയും 13-14 നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള ആട്ടപ്രകാരങ്ങളും ക്രമദീപികളും, ഇതൊരു പുസ്തകമല്ല, ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആട്ടപ്രകാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് അക്കാലത്ത് കൂത്തിനും കൂടിയാട്ടത്തിനും വേണ്ടി അതിന് സപ്പോർട്ടിംഗ് ടെക്സ്റ്റുകളായിട്ട് എഴുതപ്പെടുന്ന കൃതികളാണ്. അപ്പോൾ അത്തരത്തിൽ ഓരോ അക്കാലത്ത് ഒരുപാട് രംഗകലകൾക്ക് വേണ്ടി എഴുതപ്പെട്ട കൃതികളാണ്. അതിൽ പരിശോധിക്കുമ്പോൾ തമിഴിന്റെ ശക്തി കുറഞ്ഞു, വ്യവഹാര ഭാഷയും സംസ്കൃതവും ഒരുമിച്ച് ഉപയോഗിക്കുന്നു. ചിലയിടങ്ങളിൽ സംസ്കൃതത്തിന് ശക്തി കൂടുന്നു. ഇതാണ് നമ്മൾ പിന്നൊരു ഘട്ടത്തിൽ കാണുന്നത്, ഒരു 13-14 നൂറ്റാണ്ട്. 15-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ബ്രഹ്മാണ്ഡ പുരാണം നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഇതിന്റെ വളരെ മൊത്തത്തിലുള്ളൊരു ആശയം മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മളിതിൽ പരിശോധിക്കേണ്ടതുണ്ട്. എന്തൊക്കെ പ്രത്യേകത ഭാഷയിൽ വരുന്നുണ്ടെന്ന് പറയണം, നമുക്ക് നോക്കാം, പിന്നീട് വിശദമായിട്ട് പഠിക്കാം. 15-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ഇവിടെ വീണ്ടും വലിയൊരു ട്രാൻസിഷൻ സംഭവിക്കുകയാണ്. സംസ്കൃതത്തിന്റെയും ശക്തി കുറഞ്ഞ് മലയാളം കൂടുതൽ ശക്തമാവുകയാണ്. തമിഴ് നേരത്തെ പോയി, പിന്നീട് സംസ്കൃതം ശക്തമായ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്നും മലയാളികളുടെ വ്യവഹാര ഭാഷ ശക്തമാവുകയാണ്. ഈ ബ്രഹ്മാണ്ഡ പുരാണം എഴുതപ്പെട്ടത് അത് നമ്പ്യാൻ തമിഴ് എന്ന് പറയുന്ന പിൽക്കാലത്ത് പറഞ്ഞൊരു ഭാഷയാണ്. എന്ന് വെച്ചാൽ അങ്ങനെ പറയാനുള്ള കാരണം നമ്പ്യാന്മാര് സംസാരിക്കുന്ന ഒരു ഭാഷ. അപ്പൊ അവരുടെ ഉപയോഗത്തിൽ അവർ അക്കാലത്ത് സാധാരണക്കാരായ ആളുകളിലേക്ക് ഈ രംഗകലകളുടെ അല്ലെങ്കിൽ പുരാണ കഥകൾ എത്തിക്കാൻ വേണ്ടി അത് എഴുതിയത്. അപ്പൊ അവർ എഴുതിയപ്പോൾ അവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു, കട്ടിയായി സംസ്കൃതമൊന്നും വേണ്ട, സാധാരണക്കാരുടെ വ്യവഹാര ഭാഷയോട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാത്രമേ സംസ്കൃതം ഉപയോഗിക്കാവൂ. അക്കാലത്ത് ആളുകൾ നിത്യേന ഉപയോഗിക്കുന്ന സംസ്കൃത പദങ്ങളൊക്കെ അതിലുള്ളൂ. അപ്പൊ മലയാളം ഒരു സ്വതന്ത്ര ഭാഷയായി രൂപപ്പെടുന്നതായിട്ട് ഗദ്യത്തിൽ നമ്മൾ കാണാണ്. ഇതിൽ ഭാഷാ കൗടില്യം മാത്രമേ നമുക്കൊരു വൈജ്ഞാനിക സാഹിത്യ കൃതി എന്ന് പറയാനുള്ളൂ. ഇതൊന്നും തന്നെ ഒരു സർഗാത്മക സാഹിത്യത്തെക്കുറിച്ച് നമുക്ക് പറയാവുന്ന തരത്തിലുള്ള കൃതികളല്ല. എല്ലാം രംഗകലകളുടെ രംഗത്ത് അവതരിപ്പിക്കാൻ വേണ്ടി എഴുതുന്നതിനെ അനുകൂലിച്ച് അല്ലെങ്കിൽ അതിനെന്തൊക്കെ വേണം എന്നൊക്കെ എഴുതുന്ന കൃതികളാണ്. അപ്പൊ ഇങ്ങനെയാണ് മലയാളത്തിലെ ഗദ്യ സാഹിത്യ ചരിത്രം അതിന്റെ ആദ്യ ചുവടുകൾ വെക്കുന്നത്. കുറഞ്ഞ ചരിത്രമേ ഉള്ളൂ, കുറഞ്ഞ ഇടപെടലുകളേ ഉള്ളൂ. പക്ഷേ നമുക്ക് പദ്യത്തെക്കാൾ കൂടുതൽ വ്യവഹാര ഭാഷ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഗദ്യം തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. കാരണം പദ്യത്തിന് എപ്പോഴും അതിൻ്റെ ഒരു ഭാഷയുണ്ട്, ഒരു വർണ്ണനയുടെ സൗന്ദര്യാത്മകമായ അലങ്കാരങ്ങളുടെ ഒക്കെ ഒരു ഭാഷ. അത് സാധാരണക്കാരന്റെ നിത്യജീവിതമല്ല. അത് കുറെ കൂടി നമ്മൾ തെളിഞ്ഞു കാണുന്നത് ഇവിടെയാണ്. ഓക്കെ, അങ്ങനെ 15-ാം നൂറ്റാണ്ട് വരെ നമുക്ക് ഗദ്യത്തിൽ ഇത്തരം കാര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ അങ്ങോട്ട് പോയാൽ വലിയൊരു ചേഞ്ച് പിന്നീട് വരുന്നത് മലയാളത്തിൽ ഗദ്യം എന്നുള്ളത് വളരുന്നത് മിഷണറി ഗദ്യം എന്ന് പറയുന്ന ഭാഗത്താണ്. നമുക്ക് അങ്ങനെ ഒരു യൂണിറ്റ് പഠിക്കാനുണ്ട്. 15-ാം നൂറ്റാണ്ടിന് ശേഷം ഏകദേശം 19-ാം നൂറ്റാണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ മിഷണറി ഗദ്യം എന്ന് പറയുന്നത്. മിഷണറിമാർ ഇവിടെ വന്ന് അവരുടെ ഇടപെടലുകൾ കൊണ്ട് മലയാള ഗദ്യ ഭാഷയ്ക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അതിന് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതുവരെ മലയാളത്തിന്റെ വാക്യശൈലി, അതായത് നമ്മളൊരു വാചകം എങ്ങനെ അവതരിപ്പിക്കുന്നു, ഒരു കാര്യത്തെ എങ്ങനെ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നതിൽ സംസ്കൃതത്തിന്റെ ശക്തമായ സ്വാധീനം കാണാമായിരുന്നു. എന്ന് വെച്ചാൽ നീണ്ട വാചകങ്ങളാണ്. ഒരു സംസ്കൃതത്തിന്റെ രീതി അങ്ങനെയാണ്. വാചകങ്ങൾ പൊതുവിൽ സന്ധികളും സമാസങ്ങളൊക്കെ ചേർത്ത് നീട്ടി പറയുന്ന ഒരു രീതിയാണ്.
എന്നാൽ മിഷണറിമാർ ഇവിടെ വന്ന് അവര് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മതപ്രചരണാർത്ഥം അവരുടെ പുതിയ ആശയങ്ങൾ കൈകാര്യം ചെയ്യുക, വിദ്യാഭ്യാസം നടപ്പാക്കുക, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങുക, ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഭാഷ പഠിച്ചെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവര് ഭാഷയെ കാണുന്നത് ഒരു ആശയവിനിമയ ഉപാധി എന്ന രീതിയിലാണ്. അവരുടെ ആളുകളുമായി ഇടപഴകാൻ വേണ്ടിയാണ് അവർ മലയാളം പഠിക്കുന്നത്. അങ്ങനെ അവർ പഠിച്ച മലയാളത്തെ അവർ അവരുടെ ഈ പറയുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ലേഖനങ്ങളും മറ്റും എഴുതാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവർ ഏറ്റവും ലളിതമായ രീതിയിൽ സാഹിത്യ ഭാഷ എന്നതിൽ നിന്ന് മാറി ഏറ്റവും ലളിതമായ രീതിയിൽ മലയാളത്തെ എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് വെച്ചാൽ എളുപ്പം വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണം. പണ്ഡിതരെ അല്ല അവർ പ്രധാനമായിട്ടും ഇത് ഉദ്ദേശിക്കുന്നത്. എല്ലാ തരത്തിലും ആളുകൾക്ക് മനസ്സിലാവണം. പണ്ഡിതർക്കും പാമരർക്കും ഒരുപോലെ മനസ്സിലാകുന്ന ഭാഷ എന്നാണ് ഉള്ളൂർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം സാധാരണക്കാരായ ആളുകളിലേക്ക് ഒരു ആശയം എത്തിക്കണം. അതിന് ഏറ്റവും ലളിതമായ കുറഞ്ഞ വാക്കുകളിൽ, കുറഞ്ഞ വാചകങ്ങളിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന പദങ്ങൾ ഉപയോഗിച്ച് ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ അവർ തുടങ്ങുന്ന ഒരു പരിശ്രമം ശരിക്കും പറഞ്ഞാൽ 16-ാം നൂറ്റാണ്ട് തൊട്ടൊക്കെയാണ് ശക്തിപ്പെടുന്നത്. ഞാൻ 15 വരെ അവിടെ നിന്നതുകൊണ്ടാണ് ഇവിടെ 15 എഴുതിയത്. പതിനാറാം നൂറ്റാണ്ട് തൊട്ടാണ് അത് ശക്തിപ്പെടുന്നത്. അപ്പൊ ഇവിടേക്ക് വന്ന മിഷണറിമാര് സാവധാനം ഭാഷ പഠിക്കുന്നു. മിഷണറിമാരെന്ന് പറയുമ്പോൾ വിദേശികൾ, അവർ ഭരിക്കാനും മറ്റു പല ആവശ്യങ്ങൾക്കും വരുന്നതാണ്. അതിൽ കൂടുതൽ മിഷണറി പ്രവർത്തനത്തിന് വന്നവരാണ് മലയാള ഭാഷയിൽ ഇടപെടലുകൾ നടത്തിയത്. അവർ ഭാഷ പഠിക്കുന്നു. മലയാള ഭാഷയെ ആദ്യമായി ശാസ്ത്രീയമായ ഒരു സമീപനം, ശാസ്ത്രീയമായ സമീപനം എന്ന് പറയുമ്പോൾ നമ്മൾ അതുവരെ മലയാള ഭാഷയെ, ഞാൻ പറയുന്നത് മലയാളം എന്ന് പറയുമ്പോൾ അന്നത്തെ കേരളീയ ഭാഷയെ നമ്മൾ ശാസ്ത്രീയമായി സമീപിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളെപ്പോഴും ഇപ്പോൾ സാഹിത്യമാണെങ്കിൽ തമിഴ് അല്ലെങ്കിൽ സംസ്കൃതമാണ്. നമ്മൾ അക്കാലത്തെ വ്യാകരണ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് പഠിച്ചാൽ, അല്ലെങ്കിൽ വ്യാകരണം എന്നൊക്കെ പറയുന്ന ഒരു ഭാഷയുടെ അടിസ്ഥാനമാണല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് നോക്കിയാൽ അത് തമിഴിലും സംസ്കൃതത്തിലും ഉണ്ട്, മലയാളത്തിനില്ല. അങ്ങനെ ഇപ്പൊ നമ്മൾ ലീലാതിലകം എന്ന് പറയുന്ന പുസ്തകം പറയുന്നുണ്ട്, സംസ്കൃതവുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷണശാസ്ത്ര ഗ്രന്ഥമാണ്. ഇങ്ങനത്തെ ഒരു പുസ്തകവും മലയാളത്തെക്കുറിച്ചോ മലയാള ഭാഷയെക്കുറിച്ചോ ഇല്ല. അപ്പൊ അവര് അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഈ മലയാള ഭാഷയുടെ രൂപപ്പെടൽ, എന്താണ് ഈ മലയാള ഭാഷ, അതിനെങ്ങനെ മനസ്സിലാക്കണം. അവരുടെ ഭാഷകളെക്കുറിച്ച് അവർക്ക് അങ്ങനെയുള്ള ധാരണയുണ്ട്. ഇപ്പൊ ലാറ്റിൻ ആണെങ്കിലും പല ഭാഷകൾ സംസാരിക്കുന്നവർ ഇവിടെ വന്ന്, പോർച്ചുഗീസുകാരാണെങ്കിലും എല്ലാവർക്കും അവരുടെ ഭാഷകളെക്കുറിച്ച് ഇത്തരം ശാസ്ത്രീയ അന്വേഷണങ്ങൾ നടത്തി കഴിഞ്ഞു. മലയാളത്തെക്കുറിച്ചും അവരന്വേഷിച്ചു. അതുകൊണ്ട് അവരാണ് മലയാള ഭാഷയെ ശാസ്ത്രീയമായി സമീപിക്കുന്നത് ആദ്യമായിട്ട്. അവരതിന്റെ ഭാഗമായിട്ട് ഭാഷാ ചരിത്രം അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഇത് കണ്ടിട്ടുണ്ടാവും. മലയാളത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറഞ്ഞ ആളുകളെ പരിശോധിച്ചാൽ റോബർട്ട് കാൾഡ്വെൽ, FW എല്ലിസ്, ഹെർമൻ ഗുണ്ടർട്ട്, ഇതൊക്കെ വിദേശികളാണ്. അപ്പൊ ഇവര് മലയാളം എങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിക്കുക. അവിടെ അവർ ഭാഷാ ചരിത്രം അന്വേഷിച്ചു, ഭാഷയുടെ വ്യാകരണത്തെ കുറിച്ച് അന്വേഷിക്കുകയാണ്. എങ്ങനെയാണ് മലയാളത്തിന്റെ വ്യാകരണം, പദം, വാക്യഘടന, അതുപോലെ സന്ധി, സമാസം, ഇങ്ങനെയുള്ള മലയാളത്തിൻ്റെതായ പ്രത്യേകതകൾ അവർ പഠിക്കുകയാണ്. അതിനവർ സംസ്കൃതവും തമിഴും സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജുകളെല്ലാം തന്നെ അവർക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാം. പലരും അങ്ങനെ പഠിക്കുന്നു. നിഘണ്ടുക്കൾ തയ്യാറാക്കുന്നു. ഈ നിഘണ്ടുക്കൾ എന്നവർ തയ്യാറാക്കുന്നതിന് 2 ഉദ്ദേശം ഉണ്ടായിരുന്നു അവർക്ക്. ഒന്ന്, അവരുടെ അടുത്തുനിന്ന് വരുന്നവർക്ക് മലയാളം പഠിക്കണം. അപ്പോൾ അവരുടെ നിഘണ്ടുക്കൾ നമ്മൾ പരിശോധിച്ചാൽ ലാറ്റിൻ മലയാളം നിഘണ്ടുണ്ട്, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുണ്ട്. തിരിച്ചും അവർ തയ്യാറാക്കി. മലയാളികളെ അവർക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കണം. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കി, മലയാളം സംസ്കൃതം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കി. ഇങ്ങനെ ഭാഷയെ എല്ലാ അർത്ഥത്തിലും ശാസ്ത്രീയമായി സമീപിക്കുന്നത്, അതിനൊരു എന്താണ് പറയുക, എന്താണ് നമ്മൾ അത് ഇവർ പഠിക്കുന്നതിൻ്റെ വേറൊരു പ്രത്യേകത, അക്കാലത്തെ സാഹിത്യ ഭാഷകളെ കുറിച്ചല്ല അവർ പഠിച്ചത്, മലയാളത്തിന്റെ വ്യവഹാര ഭാഷയെക്കുറിച്ചാണ്.
സാധാരണക്കാരായ ആളുകൾ സംസാരിക്കുന്ന മലയാള ഭാഷ എന്താണെന്ന് പഠിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അത്തരത്തിൽ മലയാള ഗദ്യ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പഠനത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട കൃതികളും ഇവരുടെ പഠനത്തിന്റെ ഭാഗമായി ഇവർ തയ്യാറാക്കിയ കുറിപ്പുകളും ലേഖനങ്ങളും ഒക്കെ മലയാള ഭാഷയ്ക്ക് വലിയ സംഭാവനയായി. മലയാളത്തിന്റെ ഗദ്യം പുതിയ രീതിയിലേക്ക് മാറി. ഈ മിഷണറിമാർ തുടങ്ങി വെക്കുന്ന വാക്യഘടന, മിഷണറിമാർ തയ്യാറാക്കിയിട്ടുള്ള മലയാളത്തിന്റെ ഒരു മാനകീകൃത രൂപം, ഇതൊക്കെയാണ് പിൽക്കാലത്ത് നമ്മൾ ആധുനിക മലയാളത്തിലേക്ക് ഉപയോഗിക്കുമ്പോൾ കടന്നു വരുന്നത്. ഇതിൽ മിഷണറിമാരുടെ ഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് പിന്നീട് രൂപപ്പെട്ട മലയാളത്തിൽ നിന്ന് കാണുന്ന ഒരു വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അത് മിഷണറി മലയാളത്തിൽ ധാരാളം സുറിയാനി, പേർഷ്യൻ പദങ്ങളും അത്തരത്തിൽ അവരുടേതായ കുറെ ഭാഷാ പദങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. പിൽക്കാലത്ത് അതൊക്കെ നമ്മൾ ഒഴിവാക്കി കുറെ കൂടി മലയാളത്തിന്റെ പദങ്ങളാണ് എന്ന് പറഞ്ഞാൽ പോലും ഇവരുടെ ആദ്യകാല ഉദയംപേരൂർ സൂനഹദോസിന്റെ കാനോനകൾ മുതൽ അവസാന കാലത്ത് ഇറങ്ങിയ പത്രങ്ങളും മറ്റും എല്ലാം പരിശോധിക്കുമ്പോൾ ഒരു മലയാളത്തിന്റെ ആധുനികമായ ഒരു വാക്യഘടനയെ വളരെ മനോഹരമായിട്ട് അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മിഷണറി ഗദ്യമാണ് 19-ാം നൂറ്റാണ്ട് വരെ മലയാളത്തിന്റെ ഒരു മാറ്റത്തെ, ഈ മിഷണറിമാരുടെ സംഭാവനയെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം എന്നൊക്കെ UPSC ചോദിക്കാറുണ്ട്. എന്നാലും ഗദ്യ ചരിത്രം പിന്നീട് വളരുന്നത് ഇവരിലൂടെയാണ്. വിശദമായിട്ട് നോക്കേണ്ട ഒരു യൂണിറ്റാണ്. എല്ലാ തവണയും UPSC ഒരു ചോദ്യമുണ്ട്. അടുത്ത കാലഘട്ടത്തെ നമ്മൾ പറയുന്നത് മലയാള ഭാഷാ ഗദ്യത്തെ നമ്മൾ 4ആയിട്ടാണ് പൊതുവിൽ തരംതിരിച്ചിങ്ങനെ ചിലരൊക്കെ പറയുന്നത്. ഒന്ന് ശാസന ഗദ്യം, രണ്ടാമത്തേത് ഹിന്ദു ഗദ്യം, മൂന്നാമത്തേത് മിഷണറി ഗദ്യം, നാലാമത്തേത് മതനിരപേക്ഷ ഗദ്യം. അതങ്ങനെ ഒരു പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി പറയുന്നൊരു കാര്യമാണ്. ശാസന ഗദ്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പരിശോധിച്ച ഉത്തരവുകളും മറ്റും. ഹിന്ദു ഗദ്യം എന്ന് പറയുന്നതാണ് ശരിക്കും ഭാഷാ കൗടില്യം മുതൽ ബ്രഹ്മാണ്ഡ പുരാണം വരെയുള്ളത്. മിഷണറിമാരുടെ കാലഘട്ടമാണ് 16-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം 19 നൂറ്റാണ്ട് വരെ. 19-ാം നൂറ്റാണ്ടിൽ മലയാളത്തിൽ രൂപപ്പെടുന്നത് മതനിരപേക്ഷ ഗദ്യം എന്ന് പറയാവുന്ന ഒരു വിഭാഗമാണ്. എന്ന് വെച്ചാൽ മതപരമായോ വിശ്വാസപരമായോ ഒരു കാര്യങ്ങളല്ല, പൊതുസമൂഹത്തിന്റെ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ 19-ാം നൂറ്റാണ്ട് മുതലുള്ള ഗദ്യ സാഹിത്യത്തെ നമുക്ക് മതനിരപേക്ഷ ഗദ്യം എന്ന് പറയാം. ഈ മലയാളത്തിലെ നമ്മളിന്ന് സാഹിത്യം എന്ന് പറയുന്ന നമ്മൾ പഠിക്കുന്ന എല്ലാ രൂപങ്ങളും ഉണ്ടായി വരുന്നതും വളരുന്നതും ഈ കാലഘട്ടത്തിലാണ്. എന്ന് വെച്ചാൽ ഇത് ഇത്തരം രൂപങ്ങൾ കടന്നു വരുന്നതിൽ പാശ്ചാത്യ സാഹിത്യ പ്രസ്ഥാനങ്ങൾക്കും പാശ്ചാത്യ വിദ്യാഭ്യാസത്തിനും വലിയ പങ്കുണ്ട്. നമ്മുടെ ഈ കാലമായപ്പോഴേക്കും കേരളത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസം. ആധുനികം എന്ന് പറയുന്നത് അവിടെ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്നു, സാഹിത്യം പഠിക്കുന്നു, ഭാഷ പഠിക്കുന്നു. പണ്ട് നമ്മുടെ ഒരു പാരമ്പര്യ വിദ്യാഭ്യാസ രീതി അതല്ലായിരുന്നു. വിദേശികൾ ഇവിടെ കടന്നു വന്ന് അവരുടെ ഒരു ആധുനിക വിദ്യാഭ്യാസ രീതി പരിചയിപ്പിച്ചു നമ്മളെ. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു, നമ്മുടെ മലയാളികൾ. അതിലൂടെ നമ്മൾ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി. ഇതിലൂടെയൊക്കെ ലോകത്തിൽ തന്നെ സംഭവിക്കുന്ന മാറ്റങ്ങളെ നമ്മൾ അറിയാൻ തുടങ്ങി. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ പുതിയ സാഹിത്യ രൂപങ്ങൾ മലയാളത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ പാശ്ചാത്യ ചെറുകഥ എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറീസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന രീതിയാണ്. അപ്പോൾ അത് ഇംഗ്ലീഷുകാർ എഴുതിയത് കണ്ടിട്ട് തന്നെയാണ് നമ്മൾ എഴുതുന്നത്. അല്ല, നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നില്ല. കഥാപാരമ്പര്യമുണ്ട്, പക്ഷെ ഈ രൂപത്തിലുള്ള കഥകളില്ല. ഇപ്പൊ നോവൽസ് അല്ലെ നാടകം, ഡ്രാമ, നിരൂപണം, ഇതൊക്കെ നമ്മൾക്ക് ഇപ്പൊ നിരൂപണത്തിനൊക്കെ നമുക്കൊരു പാരമ്പര്യമുണ്ട്. പക്ഷെ ഈ 19-ാം നൂറ്റാണ്ടിൽ ഇത് വളരുന്നത് പാശ്ചാത്യ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. അപ്പൊ നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം പഠിക്കുമ്പോൾ എങ്ങനെയാണ് മലയാള ഗദ്യം വളർന്നതെന്ന് നമ്മൾ പൊതുവായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ 3 യൂണിറ്റിലായിട്ടാണ് 3-4 യൂണിറ്റിലായിട്ടാണ് മലയാളത്തിന്റെ വളർച്ചയെക്കുറിച്ച് പഠിച്ചതെങ്കിൽ ഈ ഗദ്യ സാഹിത്യത്തിന്റെ നമുക്ക് പേപ്പർ 1 യൂണിറ്റ് 6 ഉണ്ട്. അതിൽ നോവൽ, നാടകം ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. ഓരോ യൂണിറ്റും ഓരോ വലിയ യൂണിറ്റാണ്. ഇതിനെങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മുടെ സമീപനം വളരെ പ്രധാനപ്പെട്ടതാണ്. 150 വർഷം അല്ലെങ്കിൽ ഒരു 200 വർഷം, 200-225 വർഷമാണ് പരമാവധി നമ്മൾ ഈ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ കണക്ക്. നമ്മളിപ്പോൾ 2025 നിൽക്കുന്നു. 1850-കൾക്ക് ശേഷമാണ് 200-ൽ താഴെ വർഷം മാത്രമേ ഈ ഒരു എല്ലാ സാഹിത്യ പ്രസ്ഥാനങ്ങളുടെയും ചരിത്രം, പാരമ്പര്യമൊക്കെ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് തന്നെ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങളെ നമ്മൾ വിലയിരുത്തണം. UPSCയുടെ ചോദ്യങ്ങൾ വരുന്നത് പലപ്പോഴും നമുക്ക് ഈ മാറ്റങ്ങളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമ്മളെക്കുറിച്ച് അതാണ് അവർ ആ ഡിമാൻഡ് ചെയ്യുന്ന ചോദ്യത്തിന്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നോവലിൽ നിന്ന് ചോദ്യം വരുമ്പോൾ MTയുടെ നോവലുകളുടെ പ്രത്യേകത എന്ത്, അല്ലെങ്കിൽ MTയുടെ നോവൽ മലയാള സാഹിത്യത്തിൽ നൽകിയ സംഭാവന എന്തെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഒരേ സമയം നമ്മൾ MT എന്ന് പറയുന്ന എഴുത്തുകാരനെ നമുക്ക് അറിയുമോ എന്ന് UPSC നോക്കുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തെ വായിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിന്റെ പ്രത്യേകത അറിയോ. മറ്റൊന്ന്, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്.
ഇത് രണ്ടും ഒരേ സമയം നമുക്ക് അറിയുമോ എന്ന് നമ്മൾ UPSC ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ കാലഘട്ടങ്ങൾ, അതിൻ്റെ ഒരു ചരിത്രം എങ്ങനെ നമ്മൾ വിലയിരുത്തണം എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ആരംഭകാലം നമ്മൾ പരിശോധിച്ചാൽ ഈ ഒട്ടുമിക്ക സാഹിത്യകൃതികളുടെയും ആരംഭകാലം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അതിൽ സാഹിത്യ രൂപങ്ങളുടെയും അതിനുശേഷം ഈ ഗദ്യം പലതരത്തിൽ വളരുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഗദ്യത്തിന്റെ ഭാഷാപരമായ പ്രത്യേകതയേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇതിന്റെ വിഷയങ്ങളാണ്. എന്താണ് ഇതിന്റെ സ്ട്രക്ചർ, വിഷയം തുടങ്ങിയതാണ്. ഇപ്പോൾ 1850 മുതൽ പരമാവധിയാണ് 1850 മുതൽ 1900 വരെയുള്ള ഒരു കാലഘട്ടം, 900 910 നമുക്ക് എടുക്കാം വരെയുള്ള കാലഘട്ടമാണ് ഒട്ടുമിക്ക സാഹിത്യ രൂപങ്ങളുടെയും ഒരു ആരംഭകാലമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു 50 വർഷത്തെ കാലം, ഇത് ഏകദേശമാണ് ഈ കാലഘട്ടം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരി മാറും. എന്നാൽ 1900 ഒക്കെ ആവുന്നതോടുകൂടി നമ്മളൊരു പുതിയ മാറ്റം വരുന്നുണ്ട്. അപ്പൊ ഈ ആരംഭകാലം എടുത്ത് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഗദ്യ രൂപങ്ങളെല്ലാം, ചെറുകഥയാവട്ടെ, നോവലാവട്ടെ, നാടകങ്ങളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ഇതെല്ലാം വലിയ വിനോദോപാധികളായിട്ടാണ് മലയാള സാഹിത്യത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അന്ന് ഗദ്യ സാഹിത്യം എന്ന് പറയുന്നത് സർഗാത്മക സാഹിത്യത്തിന്റെ ഭാഗമായി രൂപപ്പെടുകയും അതിലൂടെ ആളുകളെ ആനന്ദിപ്പിക്കുക, വിനോദിപ്പിക്കുക, രസിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഈ ഗദ്യ സാഹിത്യത്തിന്റെ എല്ലാം ആരംഭകാലം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ നോവലുകൾ കൂട്ടത്തിൽ ഇത്തിരി മാറ്റമൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഇതിനെല്ലാം പൊതുവായിട്ട് അങ്ങനെ പറയാം. കാരണം അടുത്തൊരു ഘട്ടത്തിലാണ് വലിയൊരു മാറ്റം വരുന്നത്. അപ്പൊ ആ രീതിയിൽ എഴുത്തുകാരെ കുറിച്ച് ഇപ്പോൾ ചോദ്യം വരും. ഇപ്പൊ മലയാള ചെറുകഥയുടെ ആദ്യകാല ചെറുകഥാകൃത്തുക്കളുടെ പ്രത്യേകതകൾ എന്തെന്ന രീതിയിലൊക്കെ ചോദ്യം വരാറുണ്ട്. അങ്ങനെ ഒരു ചോദ്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവരുടെ എഴുത്തിന്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ഇതിനെ രസിപ്പിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഇതൊരു പാരമ്പര്യമായിട്ട് നമ്മുടെ സംസ്കൃത പാരമ്പര്യവും സാഹിത്യ പാരമ്പര്യത്തിന്റെ ഒക്കെ അകത്ത് കിടക്കുന്ന ഒരു സാധനമാണ്. സാഹിത്യം എന്ന് പറയുന്നത് വായനക്കാരെ രസിപ്പിക്കാനുള്ളതാണ്. കവി എന്ന് പറഞ്ഞ് രസിപ്പിക്കുന്ന ആളാണ്. സഹൃദയ എന്ന് പറയുന്ന സമ്മാന ഹൃദയമുള്ള ആളാണ് അയാൾ. അത് കവിയുടെ ഭാവനയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ കണ്ടുകൊണ്ടിരുന്നത്. ഇതാണ് മലയാളത്തിലെ ആരംഭകാലം. അപ്പോൾ എല്ലാം തുടങ്ങി. ഇപ്പൊ ജീവചരിത്രമൊക്കെ അങ്ങനെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ പോലും കോപ്പിയായിട്ട് അവിടെ എങ്ങനെ ഉപയോഗിക്കുന്നു അത് തന്നെ നമ്മൾ എഴുതുന്നു. ജീവചരിത്രങ്ങളുടെ ആത്മകഥകൾ വരുന്നു. ചെറുകഥയും നോവലും നാടകവും ഒക്കെ ഒരുതരം വിനോദ ഉപാധിയായിട്ടാണ് തുടങ്ങുന്നത്. നിരൂപണത്തെ നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് മാറ്റി നിർത്താം. എന്നാൽ ഈ മറ്റ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞത് തന്നെ പറയുന്നു, അതല്ലെങ്കിൽ ഇതൊരു പുതുമയില്ല, എന്തിനാണ് ഈ സാഹിത്യം എന്നൊരു ചിന്ത, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. കാരണം ഈ 1900 ആരംഭം എന്ന് പറയുന്ന അതുവരെ കേരളത്തിൽ ശക്തമായ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു കാലം. അപ്പോൾ ഈ ജാതീയമായ ഉച്ചനീചത്വങ്ങളും ഇതൊക്കെ നിൽക്കുമ്പോൾ ഈ സാഹിത്യം ഒരു ഉപരിവർഗത്തിന്റെ ഇടപെടൽ അല്ലെങ്കിൽ ഉപരിവർഗത്തിന് വേണ്ടി രചിക്കപ്പെടുന്ന ഒന്ന് മാത്രമാണ്. അപ്പൊ അവർക്ക് ആസ്വദിക്കാൻ സമയമുണ്ട്. കഥകൾ വായിക്കുന്നു, കവിതകൾ വായിക്കുന്നു, അവർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ സമയമുണ്ട്. അപ്പോൾ ഒരു 1900 ഒക്കെ ആരംഭമാകുമ്പോഴേക്കും ഈ ജാതി ബോധത്തിനെതിരെയുള്ള മൂവ്മെന്റ്സ് കേരളത്തിനകത്ത് തുടങ്ങുകയാണ്. നമ്മുടെ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനങ്ങൾ കേരളത്തിനകത്ത് തുടങ്ങുകയും അതിലൂടെ ഈ പുതിയൊരു മാറ്റം സമൂഹത്തിനകത്ത് മൊത്തം രൂപപ്പെടുകയും ചെയ്യാണ്. അപ്പൊ ആ മാറ്റത്തിലേക്ക് വരുമ്പോഴാണ് നവോത്ഥാന കാലം എന്ന് പറയുന്ന അടുത്തൊരു ഘട്ടം സാഹിത്യ പ്രസ്ഥാനങ്ങൾ വരുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ 1900 ആരംഭം മുതൽ ഏകദേശം ഒരു 1950 വർഷം തന്നെ അതിനും കൊടുക്കാം. ഇതിന് കൃത്യം നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല. അടുത്തൊരു വലിയ മാറ്റം വരുന്ന 1960-കളിലാണ്. കൊണ്ട് 1950 വരേക്കുള്ള ഒരു കാലഘട്ടം സാഹിത്യത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു നവോത്ഥാനം പ്രകടമായിട്ടുള്ള കാലമാണ്. ഈ നവോത്ഥാനത്തിന് സഹായകമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അക്കാലത്ത് രൂപപ്പെടുന്ന പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് അതിൽ വലിയ പങ്കുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിനകത്ത് രൂപപ്പെട്ടു വന്ന രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇടതുപക്ഷ ആശയങ്ങൾ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഒരു പാർട്ടിയൊക്കെയായി മാറുന്നത് പിന്നീടാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ തുടക്കം ജാതീയതയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ അക്കാലത്തെ എഴുത്തുകാരെ എടുത്ത് നോക്കിയപ്പോൾ ചെറുകഥ എടുത്ത് നോക്കിയാൽ തകഴി ശിവശങ്കരപ്പിള്ള, പൊൻകുന്നം മർക്കി, അതുപോലെ കാരൂർ നീലകണ്ഠപിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ, ഇവരൊക്കെ തങ്ങൾ ജീവിച്ച സമൂഹത്തിലെ പ്രശ്നങ്ങളെയാണ് കഥകളിൽ അഡ്രസ്സ് ചെയ്തത്. അപ്പോൾ പ്രശ്നാകുലമായ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നുവെന്നും ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്നും ഇതിന് പരിഹാരം കാണണമെന്നും അവർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എഴുതുമ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്ത പ്രശ്നങ്ങളാണ്. തകഴിയുടെ പ്രശ്നം എന്ന് പറയുന്നത് കുട്ടനാടിലെ കർഷകരുടെ ജീവിതമാണെങ്കിൽ പൊൻകുന്നം മർക്കിയുടെ പ്രശ്നം കോട്ടയത്തിലെ കർഷകരുടെ ജീവിതം, ഒരു മലയോര കർഷകന്റെ ജീവിതം വേറെയാ. ഈ കുട്ടനാടൻ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നം വെള്ളമാണെങ്കിൽ മലയോര കർഷകർ അനുഭവിക്കുന്ന പ്രശ്നം വന്യജീവി ആക്രമണമാണ്.
ഇപ്പം ഇവർ രണ്ടുപേർക്കും സാമൂഹിക വിഷയം തന്നെയാണ്. അതേസമയം ഒരു നാഗരിക സമൂഹത്തിൽ നഗരത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് അയാളുടേതായ പ്രശ്നങ്ങളുണ്ട്. പോലീസ് മർദ്ദനമുണ്ട്, ചൂഷണങ്ങളുണ്ട് നഗരത്തിനകത്ത്, ചെയ്യുന്ന തൊഴിലിന് വേണ്ടത്ര ശമ്പളം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പം ഇതൊക്കെയാണ് ദേവിൻ്റെ കഥകളിൽ കടന്നു വരുന്നത്. അങ്ങനെ ഓരോ വ്യക്തികളും അവർ അവർ ജീവിച്ച് വളർന്ന സാഹചര്യത്തിലെ ജീവൽ പ്രശ്നങ്ങളെയാണ് കഥയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് ഇത് ഞാൻ ചെറുകഥയിൽ മാത്രമല്ല, നമ്മൾ നോവലുകൾ പരിശോധിച്ചാലും ഇവരൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട നോവലിസ്റ്റുകൾ മലയാളത്തിൽ. ഇവരുടെ ആ കാലഘട്ടത്തിൽ അവരുടെ എല്ലാം നോവൽ, ഇപ്പോൾ തകഴിയുടെ രണ്ടിടങ്ങഴി, ചെമ്മീൻ കൂട്ടത്തിൽ വ്യത്യസ്തമാണ്, തകഴിയുടെ നോവലാണ്. തകഴി തന്നെ പറയുന്നു, ഞാനൊന്ന് മാറ്റിപ്പിടിച്ചാന്ന് പറയുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ചെമ്മീനാണ്. അദ്ദേഹത്തിൻ്റെ ഏണിപ്പടികൾ, കയർ, തോട്ടിയുടെ മകൻ, ഇതൊക്കെ പരിശോധിച്ചത് തന്നെയാണ്. ദേവിൻ്റെ നോവലുകളിലും ഇതേ ആശയങ്ങൾ തന്നെയാണ്. ഓടയിൽ നിന്ന് പോലുള്ള നോവലുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഇതേ ആശയം തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു സാമൂഹിക വിഷയത്തെ കൈകാര്യം ചെയ്യണമെന്ന് മലയാള ഗദ്യ സാഹിത്യം ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഇപ്പോൾ നോവൽ വിട്ട് നാടകത്തിലേക്ക് വന്നാൽ ഇത് തന്നെയാണ്. നാടകത്തിൽ പ്രശ്ന നാടകങ്ങളും സാമൂഹിക വിഷയങ്ങൾ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന വി.ടി. ഭട്ടതിരിപ്പാടിനെ പോലുള്ള എഴുത്തുകാരൊക്കെ കടന്നു വരുന്ന ഈ കാലത്താണ്. മറക്കുടിക്കുള്ളിലെ മഹാനരകം പോലെയുള്ള വളരെ പ്രശസ്തമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പോലുള്ള നാടകങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങുന്ന ഈ കാലത്താണ്. പിന്നെ അത് വീണ്ടും മാറി സാമൂഹിക വിഷയങ്ങളിലേക്ക്, ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി പോലെയുള്ള നാടകങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സാമൂഹിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ആ കാലത്തെ എഴുത്തുകാരുടെ ഒരു പൊതുബോധമാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ ഗദ്യത്തിൽ രൂപപ്പെടുത്തുന്ന ഭാഷ തന്നെ വ്യത്യസ്തമായിരുന്നു. ഭാഷ കൂടുതൽ ലളിതമായി, വാമൊഴി, ആളുകളുടെ സംഭാഷണ ഭാഷയിൽ കഥകൾ എഴുതാൻ തുടങ്ങി. കാരണം ഈ പറഞ്ഞ പോലെ സാഹിത്യം എന്ന് പറയുന്നത് വലിയ പണ്ഡിതർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, സാധാരണക്കാർക്ക് കൂടി വേണ്ടി ഉള്ളതാണെന്നുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നു. ഇത്തരത്തിലാണ് മലയാള സാഹിത്യം അതിൻ്റെ നവോത്ഥാന കാലത്തെ അടയാളപ്പെടുത്തുന്നത്. ഇപ്പം ഈ കാലഘട്ടത്തിന് നമ്മൾ റിയലിസ്റ്റിക് കാലം എന്നും പറയാറുണ്ട്. റിയലിസ്റ്റിക് കാലം എന്ന് പറയുന്നത് ഇതൊരു പാശ്ചാത്യ സങ്കല്പമാണ്. സാഹിത്യത്തിൽ യഥാതഥമായിട്ടുള്ള വസ്തുതകളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് റിയലിസം എന്നതുകൊണ്ട് പാശ്ചാത്യ ലോകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ സാമൂഹിക വിഷയങ്ങളെ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തിൽ ഊന്നിന്നുകൊണ്ട് അവതരിപ്പിക്കുന്നത് കൊണ്ട് ഈ കാലഘട്ടത്തിലെ എഴുത്തുകളെ നമ്മൾ റിയലിസ്റ്റിക് എഴുത്തുകൾ എന്ന് പറയും. അപ്പോൾ മറ്റ് സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ നിരൂപണം, ജീവചരിത്ര ഉപന്യാസം ഒക്കെ എടുത്ത് നോക്കിയാൽ ഈ കാലത്തുണ്ടാവുന്ന കൃതികളിൽ ഇതേ ആശയങ്ങളുടെ സ്വാധീനങ്ങൾ നമുക്ക് കാണാം. സാമൂഹിക വിഷയങ്ങളിൽ ഊന്നിയിട്ടുള്ള ധാരാളം ആത്മകഥകൾ ഉണ്ടാവുന്നുണ്ട്, ജീവചരിത്രങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ കണ്ണീരും കിനാവും ഒരു സാമൂഹിക വിഷയത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. അതേ കാലഘട്ടമാണ് നിരൂപണങ്ങൾ കുറെ കൂടി സൗന്ദര്യ നിരൂപണങ്ങളിൽ നിന്ന് മാറി റിയലിസ്റ്റിക്കായി അതിൻ്റെ വിഷയത്തെ അടിസ്ഥാനമാക്കി മുണ്ടശ്ശേരിയെ പോലുള്ളവർ നിരൂപിക്കുന്നുണ്ട്. അതുപോലെ മാരാരനെ പോലുള്ളവർ, എം.പി. പോൾ, ഇവരൊക്കെ ഒരേ സമയം സൗന്ദര്യത്തിന് അപ്പുറത്ത് എന്തോ സാഹിത്യത്തിൽ വേണമെന്ന് പറഞ്ഞവരായിരുന്നു. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള വായനകൾ ഇതൊക്കെ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. 1950-കൾക്ക് ശേഷം, ശരിക്കും പറഞ്ഞാൽ 1960-കളോട് കൂടിയാണ്, ഞാനിവിടെ 50 എന്ന് എഴുതുന്നു, സാഹിത്യത്തിൽ 1950-കൾക്ക് ശേഷം 1980-കൾ വരെ, 80-90 വരെ പരമാവധി മലയാള സാഹിത്യം ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം വീണ്ടും മാറി ചിന്തിക്കാൻ തുടങ്ങുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ടൈം ലൈൻ നോക്കിയാൽ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അതിന് പ്രാധാന്യമുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള ഈ പ്രശ്നങ്ങളിൽ സ്വാതന്ത്ര്യം വിഷയമാണ്, നമ്മൾ ഈ പറയുന്ന സമത്വം വിഷയമാണ്, മനുഷ്യന്റെ വില, മൂല്യം എന്നുള്ളത്, ജാതീയമായ പ്രശ്നങ്ങൾ വിഷയമാണ്. ഇവിടെ നിന്ന് ഇതെല്ലാം ബ്രിട്ടീഷുകാരുമായിട്ട് കുറേ കാര്യങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള പല പോരാട്ടങ്ങൾ നടന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1950-കളാകും എന്ന് പറയുമ്പോൾ 1947 നമ്മൾ ഒഫീഷ്യലി നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി, കേരളം രൂപീകൃതമാവുന്നു, പുതിയ ഭരണകൂടങ്ങൾ വരുന്നു, മാറ്റങ്ങൾ സംഭവിക്കുന്നു. പക്ഷേ അന്ന് എഴുത്തുകാരെല്ലാം വിചാരിച്ചിരുന്നത് ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നതോടെ നമ്മൾ മാറും എന്ന് അവർ വിഭാവനം ചെയ്തൊരു ലോകം ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, അന്ന് അവർ വിഭാവനം ചെയ്തതിൽ നിന്ന് ധാരാളം കേരളത്തിൽ നടന്ന സംഭവങ്ങളും കേരളത്തിൽ ഗവൺമെന്റുകൾ എടുത്ത തീരുമാനങ്ങളൊക്കെ അവരെ വലിയ നിരാശ ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് അതിനൊപ്പം തന്നെ ഈ കാലഘട്ടം കഴിയുമ്പോഴേക്കും 2 ലോകമഹായുദ്ധങ്ങളും നടന്നു കഴിഞ്ഞു. ഇതെല്ലാം ലോക സാഹിത്യത്തിൽ തന്നെ എഴുത്തുകാർക്ക് വലിയ നിരാശ സമ്മാനിച്ച സംഭവങ്ങളായിരുന്നു. ഈ ലോകം യുദ്ധം കൊണ്ട് വരുത്തിയ നഷ്ടം, മരിച്ച ജീവനുകൾ, ഇതിനെക്കുറിച്ചൊക്കെ വലിയ ആശങ്ക അവർക്കുണ്ടായിരുന്നു. ആളുകൾ അതുകൊണ്ട് തന്നെ ഈ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നതിനെ മറ്റൊരു തലത്തിലേക്ക് വളരുന്നതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. ഇത് മനുഷ്യൻ എന്ന് പറയുന്ന അവൻ്റെ വ്യക്തിസത്തയിലേക്ക് കൂടുതൽ നോക്കണമെന്നും, ഇങ്ങനെ സമൂഹത്തിന് മുഴുവൻ ഗുണകരമാവുന്ന അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നും, സമൂഹം എന്ന് പറയുന്ന സങ്കല്പം തന്നെ തെറ്റാണെന്നും ഒക്കെ ഒരു ചിന്ത അക്കാലത്ത് ആളുകൾക്ക് ഉണ്ടാവാണ്.
അതിന്റെ ഭാഗമായിട്ടാണ് 1950 മുതൽ 1980 വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന മലയാളത്തിലെ കഥയുടെ ഒരു പുതിയ ഘട്ടം വരുന്നത്. MT വാസുദേവൻ നായരും മാധവിക്കുട്ടിയും T പത്മനാഭനും ഒക്കെ തുടങ്ങി വെക്കുന്ന ചെറുകഥകളും OV വിജയനും മുകുന്ദനും MT ഒക്കെ വളർത്തിക്കൊണ്ടുവരുന്ന നോവലുകളും ഒക്കെ ഈ കാലഘട്ടത്തിലാണ് വരുന്നത്. കാക്കനാടനും ഒക്കെ. ഇവരുടെ കാലത്തോട് ഇവർ വല്ലാതെ കലഹിക്കുന്നുണ്ട്. മാത്രമല്ല കേരളീയ പശ്ചാത്തലത്തിൽ ചെന്ന് നോക്കുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും സമൂഹത്തിന് വലിയ മാറ്റമില്ലെന്ന് മാത്രമല്ല, സമൂഹം പല കാര്യങ്ങളിലും വളരെ പുറകോട്ട് സഞ്ചരിക്കുന്നു. ജാതിബോധമൊക്കെ പല സന്ദർഭങ്ങളിലും കൂടി വരുന്നു. അതുകൂടാതെ കേരളത്തിൽ വലിയ തൊഴിലില്ലായ്മ രൂപപ്പെടുന്നു. എല്ലാവരും വിദ്യാഭ്യാസം നേടി, പക്ഷെ തൊഴിലില്ല. അപ്പൊ ഇവരെല്ലാം മറ്റ് അന്യദേശങ്ങളിലേക്ക് കുടിയേറി പാർക്കേണ്ടി വരുന്നു. അവിടെ പോയി കഴിയുമ്പോൾ അവർ വലിയ സ്വത്വ പ്രതിസന്ധി അനുഭവിക്കുന്നു, അന്യവൽക്കരണം അനുഭവിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു വലിയ പരിചയമില്ലാത്ത സ്ഥലത്ത് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ, ഒരു ക്രൈസിസ് ഉണ്ടാവും, ഐഡന്റിറ്റി ക്രൈസിസ്. അല്ലെങ്കിൽ പ്രത്യേകിച്ചും നഗരങ്ങളിലേക്ക് പോകുമ്പോൾ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന് മാറുന്ന ജീവിതത്തെ അവർ വളരെ പ്രശ്നാകുലമായി നോക്കിക്കാണുന്നു. ഇങ്ങനെ മാറിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അവനവനിലേക്ക് തിരിഞ്ഞു വരുന്ന എഴുത്തുകാരെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഈ എഴുത്തുകാരനൊരു സാമൂഹിക പ്രതിബദ്ധത നിർബന്ധമില്ല എന്നൊരു വാദത്തിലേക്ക് വരികയാണ്. മറിച്ച് എഴുത്തുകാരൻ തന്റെ മുന്നിൽ കാണുന്ന ജീവിതങ്ങളെ എത്രത്തോളം പച്ചയായി അവതരിപ്പിക്കാമോ അത്രത്തോളം പച്ചയായി അവതരിപ്പിക്കണം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. മാത്രമല്ല അതിന്റെ വൈകാരിക അംശത്തെ അനുഭവിപ്പിക്കുക എന്നുള്ളതാണ് എഴുത്തുകാരന്റെ ഉദ്ദേശം. അതല്ലാതെ സമൂഹം അത് ചെയ്യണം ഇത് ചെയ്യണം ഇത്തരം ഗൈഡൻസ് ഒന്നും കൊടുക്കാൻ എഴുത്തുകാരൻ ആളല്ല, അയാൾ ഒരു സാക്ഷി മാത്രമാണ് എന്നവർ തീരുമാനിക്കുകയാണ്. ഈ മാറ്റം ആധുനിക എഴുത്തുകാർ നമുക്ക് കാണാം. അവർ ഈ സമൂഹത്തിന്റെ നാനാമുഖങ്ങളിലുമുള്ള പലതരം പ്രശ്നങ്ങളെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അതെല്ലാം തീർത്തും വൈകാരികവും വ്യക്തി കേന്ദ്രീകൃതവുമായ ഒരു നോട്ടത്തിലൂടെയാണ് കാണുന്നത്. ഇപ്പൊ MT നമ്മൾ വായിച്ചാൽ നമുക്കറിയാം, MTയുടെ കഥകളിൽ കടന്നു വരുന്ന വൈകാരികത എന്ന് പറയുന്നത് ആ വ്യക്തികളുടെ സംഘർഷങ്ങളാണ്. നമുക്ക് ഖസാക്കിന്റെ ഇതിഹാസമാണ് ഇതിൽ പഠിക്കാനുള്ള നോവൽ. നമുക്ക് ഇതിനെല്ലാത്തിനും ഓരോ സാമ്പിളുകളും പഠിക്കാനുണ്ട്. നോവൽ നോക്കുമ്പോൾ ഖസാക്കിന്റെ ഇതിഹാസം രവിയുടെ പ്രശ്നം എന്താ? അത് സാർവലൗകിക പ്രശ്നങ്ങളൊന്നും അല്ല, അല്ലെങ്കിൽ ലോകത്തിന് സമാധാനമില്ല എന്നുള്ള പ്രശ്നമൊന്നുമില്ല. അയാളുടെ ഒരു അലച്ചിലാണ്. അയാൾക്ക് അയാളുടേതായ ചില പ്രശ്നങ്ങളുണ്ട്. അയാളുടെ വ്യക്തി കേന്ദ്രീകൃതമായ പ്രശ്നം അത് അയാൾക്ക് ലോകം മുഴുവൻ ഒരു പ്രശ്നമാണെന്ന തോന്നലുണ്ടാക്കുന്നുണ്ട്. അയാൾ വേദാന്തിയാണെന്ന് ചോദിച്ചാൽ വേദാന്തിയാണ്. അയാൾക്ക് ശാസ്ത്രബോധം ഉണ്ടോ എന്ന് അയാൾ ശാസ്ത്രബോധമുള്ളൊരു യുക്തിവാദിയാണ്. ചില നിമിഷങ്ങളിൽ ചില സമയം അയാൾക്ക് സ്വത്ത് പ്രതിസന്ധിയുണ്ട്. ചിലപ്പോൾ അയാൾക്ക് പാപബോധമുണ്ട്, ചിലപ്പോൾ അയാൾക്ക് പാപബോധമില്ല. ഇങ്ങനെ തീർത്തും വ്യക്തിപരമായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒന്നായിട്ട് ആ കാലഘട്ടത്തിൽ എഴുത്ത് മാറുകയാണ്. അതുകൊണ്ട് തന്നെ മുകുന്ദനെ പോലുള്ളവരൊക്കെ ആധുനികതയുടെ ശക്തമായ വക്താക്കളായിരുന്നു. അവര് മതങ്ങളെ തള്ളിപ്പറയുന്നു, ദൈവസങ്കല്പങ്ങളെ തള്ളിപ്പറയുന്നു, പൊതുബോധങ്ങളെ, സദാചാര ബോധത്തെ ഒക്കെ തള്ളിപ്പറയുന്ന, ഇതെല്ലാം മനുഷ്യനെ വളരെ ബോധപൂർവം അവന്റെ സ്വാതന്ത്ര്യത്തിന്റെ മേൽ കൈകടത്താൻ വേണ്ടി സൃഷ്ടിച്ച ഒന്നാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ നിന്നാണ് ഈ ആധുനികത എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപപ്പെടുന്നതും. ഇത് ഒരു വലിയ ശക്തി. ഇപ്പൊ കവിതയിലും നമുക്കിതിങ്ങനെയൊക്കെ തന്നെ കാണാം. നമുക്ക് കുരുക്ഷേത്രം പഠിക്കാനുണ്ട് കവിതയിൽ. അതിൽ കാണുന്ന സെയിം ആശയങ്ങളൊക്കെ തന്നെയാണ്. മതത്തെയൊക്കെയാണ് അതിൽ എതിർക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആശയങ്ങൾ വളരെ ശക്തമായി ഈ കാലഘട്ടത്തിൽ എഴുത്തുകാരുടെ ഉള്ളിൽ രൂപപ്പെടുകയാണ്. ഇതാണ് മലയാളത്തിൽ നമ്മൾ ആധുനികത എന്ന് പറയുന്നത്. നമുക്കിവിടെ MT വാസുദേവൻ നായരുടെ കഥയും OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസവും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇത് രണ്ടും വായിക്കുന്ന സമയത്ത് നമ്മളൊരു ഗദ്യ സാഹിത്യ ചരിത്രം എന്നതിനപ്പുറം ഈ ഗദ്യ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളെ മനസ്സിലാക്കി ആ കഥയെ വിലയിരുത്തണം. അപ്പോൾ വേറൊരു കാര്യം, ഇത് നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം ആശയപരമാണെങ്കിൽ കഥ പറച്ചിലും ഇവർ ഭയങ്കര പുതുമ കൊണ്ടുവന്നു. ഒരു കഥ പറയുക എന്നുള്ളത് അതുവരെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ആ കഥ, അതിലെ ത്രെഡിനാണ് പ്രാധാന്യം, വിഷയമാണ് പ്രാധാന്യം എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ നവോത്ഥാന കാലത്തു കഴിയുന്നതോടുകൂടി നിരൂപണത്തിൽ ഇതെല്ലാം കണക്റ്റഡ് ആണ്. നിരൂപണം ജോസഫ് മുണ്ടശ്ശേരിയെ പോലുള്ളവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, രൂപഭദ്രതാവാദം എന്ന് പറയുന്ന ഒരു സങ്കല്പം അവതരിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് പറയുന്നതെന്ന് മാത്രമല്ല എങ്ങനെ പറയുന്നു എന്നുള്ളതും പ്രധാനമാണ്. പ്രസന്റേഷൻ, നമ്മുടെ ഒരു UPSC ഭാഷയിൽ പറഞ്ഞാൽ അവതരണം, പ്രസന്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര പോയിന്റ് ഉണ്ടെന്നുള്ളതല്ല, ആ പോയിന്റുകൾ നമ്മൾ ഏത് സ്ട്രക്ചറിൽ പ്രസന്റ് ചെയ്യുന്നു, ഏത് രീതിയിൽ അവതരിപ്പിക്കുന്നു. ഇതിനാണ് നമ്മൾ മലയാളത്തിൽ ഘടന എന്ന് പറയുന്നത്, ശില്പഭംഗി എന്നൊക്കെ പറയും. അതായത് ഒരു കാര്യം പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഒരു കഥയാണ്, കഥ പറയാൻ എടുത്തിരിക്കുന്ന സന്ദർഭം, കഥാപാത്രങ്ങൾ, ഇതൊക്കെ എങ്ങനെ എത്രത്തോളം ആ കഥയ്ക്ക് ഭംഗി നൽകുന്നു. ഒരു പുസ്തകമുണ്ട്, ലോകത്ത് മൊത്തം 7 പ്ലോട്ടുകളേ ഉള്ളൂ, അതായത് 7 ഇതിവൃത്തങ്ങളേ ഉള്ളൂ. അത് വെച്ചാണ് ലോകത്തുള്ള മുഴുവൻ കഥകളും ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. 7 ബേസിക് പ്ലോട്ട്സ് അതിന്റെ പേര് ബുക്കിന്റെ. എന്ന് വെച്ചാൽ 7 പ്ലോട്ടുകളിൽ നിന്നാണ് ഈ ലോകത്തുള്ള എല്ലാ കഥകളും എല്ലാ പുസ്തകങ്ങളും ഉണ്ടായിട്ടുള്ളത്.
അപ്പോൾ അപ്പോൾ അത് തന്നെയാണ് അതാണ് ഇവർ ഉപയോഗിച്ച സങ്കല്പം എന്ന് പറയുന്നില്ല, ആ രീതിയിലുള്ള. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് കഥയ്ക്ക് പുതുമ കൊണ്ടുവരിക? അപ്പോൾ അതിന് അവതരണം വളരെ പ്രധാനപ്പെട്ട. നമുക്ക് പഠിക്കാനുള്ള 2 പുസ്തകങ്ങളിലെയും കഥയുടെ അവതരണം പുതുമയുണ്ട്. ഇപ്പോൾ ഖസാക്കിന്റെ ഇതിഹാസം, അതിന്റെ നരേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കി ഒരു ക്രമവുമില്ല. തുടങ്ങുന്നത് എവിടെയോ അവസാനിക്കുന്ന എവിടെയോ, അതിനിടയിൽ ആരൊക്കെയോ വരുന്നു പോകുന്നു, ധാരാളം കഥാപാത്രങ്ങൾ. പക്ഷേ ആ ക്രമരാഹിത്യവും നമ്മളതിനെ മലയാളത്തിൽ ശിഥിലഘടന എന്ന് പറയും. ഒരു സ്കാറ്റേർഡ് സ്ട്രക്ചറാണ്. അതിനെ നമ്മൾ പറയുന്നത് ശിഥിലഘടന എന്നാണ് ഉപയോഗിക്കുന്ന വാക്ക്. അത്തരത്തിലുള്ളൊരു ഘടനയിൽ ശിഥില ബിംബങ്ങൾ, ശിഥിലഘടന എന്നൊക്കെ പറയും. സ്കാറ്റേർഡായിട്ട് ഒരു ക്രമമില്ലാതെ കിടക്കുന്നതിനെയാണ് ഇത് പറയുന്നത്. അത്തരത്തിലൊരു കഥ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് അദ്ദേഹം വളരെ ബോധപൂർവം ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ പിന്നീട് ഒരു 1 2 തവണ വായന കഴിഞ്ഞ് നമ്മൾ ഇതിനെല്ലാം കൂടി ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ഇത് ഓരോരുത്തർക്കും ഓരോ രൂപങ്ങളായി തീരും. നമ്മൾ എവിടെ എങ്ങനെ ചേർക്കുന്നു എന്നനുസരിച്ച്, നമ്മൾ രവിയുടെ പ്രശ്നങ്ങളിലൂടെ പോയാൽ അത് വേറൊരു ലോകം, നമ്മൾ മൈമുനയുടെ പ്രശ്നങ്ങളിലൂടെ പോയാൽ അത് വേറൊരു ലോകം, അള്ളാപ്പിച്ചി മല്ലാക്കയുടെ പ്രശ്നങ്ങളിലൂടെ പോയാൽ അത് വേറൊരു ലോകം, നൈസാമലിയിലൂടെ പോയാൽ അത് വേറൊരു ലോകം. ഇങ്ങനെ ഓരോ കഥാപാത്രത്തിന്റെയും ലോകത്തെ വ്യത്യസ്തമായി സൃഷ്ടിക്കാൻ എഴുത്തുകാരന് കഴിയാണ്. മറ്റേ നമ്മൾ നേർ രീതിയിൽ ഒരു കഥ പറഞ്ഞു പോയാൽ അത് ആ കഥയാണ്, അത് കഴിഞ്ഞാൽ അത് തീർന്നു. ഇവിടെ തീരുന്നില്ല, കഥകൾക്ക് വലിയ സാധ്യതകൾ വരും. അപ്പോൾ നമ്മൾ വാനപ്രസ്ഥം എടുത്തു നോക്കിയാലും കഥ പറച്ചിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എം ടി അതിനു വേണ്ടി ഇപ്പോൾ വാനപ്രസ്ഥം എന്ന് പറഞ്ഞ കഥ എടുത്താൽ പ്രായമായ 2 പേര് കണ്ടുമുട്ടുന്ന ഒരു ക്ഷേത്ര പരിസരത്തിലാണ്. ഒരു വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ കൊണ്ട് അവരവിടെ വരുന്നു. അവർക്ക് പെട്ടെന്നൊരു യാത്ര പോകാൻ അവസരം കിട്ടുന്നു. ഒരു കുടജാദ്രിയിലേക്ക് പോകുന്നു. ആ യാത്രയിൽ നമ്മൾ ആദ്യം കണ്ട ആളുകളെ അല്ല കാണുന്നത്. കുറെ കൂടി അവര് മല കയറാനും നടക്കാനും തോറ്റു കൊടുക്കാനൊന്നും മനസ്സില്ലാത്ത ആളുകളായി മാറുന്നു. അപ്പോൾ ആ ലാൻഡ്സ്കേപ്പിനെ എം ടി വളരെ മനോഹരമായി ഉപയോഗിക്കുകയാണ്. ഈ ഭക്തി അന്തരീക്ഷത്തിൽ നിന്നൊരു പ്രണയ അന്തരീക്ഷത്തിലേക്കുള്ളൊരു യാത്ര അവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ അതുപോലും വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ കഥ ശരിക്കും നോക്കിയാൽ എം ടിയുടെ കഥയിൽ വലിയ ത്രെഡൊന്നുമില്ല. എന്താ കഥാതന്തു എന്ന് ചോദിച്ചാൽ, കുറെ നാളുകൾക്ക് ശേഷം ഒരിക്കൽ ഇഷ്ടപ്പെട്ടിരുന്ന 2 പേർ കണ്ടുമുട്ടുന്നു, അവരൊരു രാത്രി ഒരുമിച്ച് കഴിയുന്നു, തിരിച്ചിറങ്ങി പോരുന്നു. ഇത് പറഞ്ഞാൽ തീർന്നു. ഇങ്ങനെ പറഞ്ഞാൽ അത് തീർന്നു പോകുന്നൊരു സാധനം. അതിനെ എം ടി കറക്റ്റ് സാധനങ്ങൾ വെച്ച് അവരുടെ സംഭാഷണങ്ങളിലൂടെ, അവരുടെ ഓർമ്മകളിലൂടെ, അവരുടെ വിരഹങ്ങളിലൂടെ, നഷ്ടങ്ങളിലൂടെ ഒക്കെ അടയാളപ്പെടുത്തുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും അവർ ചിലപ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ. ഇതാണ് ഒരു എഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന ലോകം. അതിനെയാണ് ഈ ജോസഫ് മുണ്ടശ്ശേരിയെ പോലുള്ളവർ രൂപം എന്ന് പറയുന്നത്, സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആധുനികതയിലേക്ക് വരുമ്പോൾ വലിയ പരീക്ഷണങ്ങൾ, ഒന്നുമില്ലായ്മയിൽ നിന്നും കഥ ഉണ്ടാക്കുന്ന ആളുകളായി എഴുത്തുകാർ മാറുന്ന ഒരു. അതിനു മുമ്പെന്ന് പറഞ്ഞാൽ കഥയുടെ ത്രെഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എന്ന് വെച്ചാൽ ആർക്കൊക്കെ എതിരെയുള്ള പോരാട്ടമാണ്, അത് മിക്കവാറും സാമൂഹിക വിഷയമാണ്. അതിലൊരു പോരാട്ടം, അതിലൊരാൾ തോറ്റുപോകുന്നു, ഒരാൾ ജയിക്കുന്നു. കുറേ സംഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. സംഭവങ്ങളെക്കാൾ പ്രാധാന്യം കഥ പറച്ചിലിന് വരികയാണ്. 1980-കൾക്ക് ശേഷം, 1990-കൾക്ക് ശേഷം എന്ന് വേണമെങ്കിൽ കുറച്ചും കൂടി 80-കൾക്ക് ശേഷം അതിങ്ങനെ മാറി തുടങ്ങുവാണ്. മലയാള കഥയും നോവലും ഒക്കെ വീണ്ടും വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. ആധുനികതയിൽ നിന്നും ഉത്തരാധുനികതയിലേക്ക്, പോസ്റ്റ് മോഡേണിസം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ കാലഘട്ടം നമ്മൾ ഇന്നലെ അവസാനം ഇങ്ങനെ ഇത്തിരി ഓടിച്ചു പറഞ്ഞു പോയൊരു കാര്യം ഉണ്ടായിരുന്നു. കവിതയിൽ ഉത്തരാധുനികത എന്ന് പറയുന്നത് ധാരാളം ആശയങ്ങളുടെ, സിദ്ധാന്തങ്ങളുടെയൊക്കെ ഒരു കാലമാണ്. പെണ്ണെഴുത്ത്, സ്ത്രീപക്ഷ എഴുത്തുകൾ, ഫെമിനിസം, അതേപോലെ പരിസ്ഥിതിവാദം, ദളിത്വാദം, ഇങ്ങനെയുള്ള ധാരാളം വൈവിധ്യമുള്ള ആശയങ്ങൾ കവിതയിൽ വന്നതുപോലെ തന്നെ ഗദ്യ സാഹിത്യവും നവ ആശയങ്ങളോടുകൂടിയാണ് എഴുത്തിനെ സമീപിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരാധുനികതയിലേക്ക് വരുമ്പോൾ ആശയങ്ങൾക്ക് ധാരാളം വൈവിധ്യം വരികയാണ്. ആശയ വൈവിധ്യം അല്ലെങ്കിൽ ബഹുസ്വരത എന്നൊക്കെ പറയാം. കാരണം ആധുനികതയിൽ എല്ലാവരും ഈ മനുഷ്യന്റെ സ്വത്ത് പ്രശ്നങ്ങളിലേക്ക്, ഹൃദയ കേന്ദ്രീകൃതമായ പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ ഉത്തരാധുനികത അവരിൽ ഹൃദയ കേന്ദ്രീകൃത പ്രശ്നമുണ്ട്, സാമൂഹിക വിപത്തുണ്ട്, ഇതൊന്നും അല്ലാത്ത വേറെ ഈ ലോകം മുഴുവൻ എത്ര വൈവിധ്യമുണ്ടോ അതെല്ലാം കഥയിൽ കൊണ്ടുവരാം എന്നുള്ള ചിന്തയിലേക്ക് മാറുകയാണ്. ഒരു വലിയ ബഹുസ്വരത. അപ്പൊ നമുക്ക് അതിന്റെ മോഡലായിട്ടാണ് NS മാധവന്റെ കഥ പഠിക്കാനുള്ളത്. അതൊന്ന് എടുത്തു നോക്കിയേ. അതിൽ ചരിത്രം വിഷയമാക്കിയിട്ടുള്ള ഒരു കഥയുണ്ട്, വൻമരങ്ങൾ വീഴും. ഒരു ചരിത്ര സംഭവമാണത്. രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കഥയുണ്ട്, 4-ാം ലോകം. സ്ത്രീപക്ഷ വിഷയം സംസാരിക്കുന്ന കഥയുണ്ട്, കാണി. ഒരാളുടെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നൊരു കഥയുണ്ട്, എൻ്റെ മകളൊരു സ്ത്രീ. മനഃശാസ്ത്രമാണ് അവിടെ വിഷയം. അതുപോലെ പ്രണയസങ്കല്പങ്ങളുടെ, പുതിയ കാലത്തിൻ്റെ പ്രണയബോധങ്ങളെ അല്ലെങ്കിൽ കാലത്തിൻ്റെയോ വ്യക്തികളുടെയോ പുതുബോധങ്ങളെ, പ്രണയം, ശരീരം തുടങ്ങിയ സങ്കല്പങ്ങളെ കൈകാര്യം ചെയ്യുന്ന കഥയാണ് കാർമൻ. ഒരു
ഒരാൾ സഹായം ചോദിക്കുന്നു, കുറേ കാലം അവഗണിക്കുന്നു, അതിനുശേഷം അയാൾ ആ സഹായം ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു പോകാവുന്ന പോലത്തെ ത്രെഡാണ് ഹിഗ്ഗിറ്റ എന്ന് പറയുന്ന കഥ. വളരെ പഴകിയ സിനിമാ കഥകളുടെ ഒക്കെ ത്രെഡാണ്. ഒരാൾ ഹെൽപ്പ് ചോദിച്ചു വരുന്നു, ഒരാൾ അവഗണിക്കുന്നു, ഒടുവിൽ അയാൾക്ക് വേണ്ടി സഹായം ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ സാധനത്തിനെ, അത്തരം ഒരു സബ്ജക്റ്റിനെ, വിഷയത്തെ എഴുത്തുകാരൻ വളരെ വ്യത്യസ്തമായി കഥയിൽ അവതരിപ്പിച്ചു. വിലാപങ്ങൾ പോലെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ഏകാധിപത്യ സങ്കല്പങ്ങളെ ചോദ്യം ചെയ്യുന്ന കഥ എഴുതി. ഇങ്ങനെ ഈ പ്രമേയം എന്ന് പറയുന്നത്, എം ടിയുടെ കഥ എടുത്തു നോക്കിയാൽ നമുക്ക് എം ടി ആണ് എഴുതിയെന്ന് പറയാതെ തന്നെ നമ്മൾ വായിക്കാത്ത ഒരു കഥ വായിച്ചാൽ ഇത് എം ടിയുടെ കഥയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന് ചില സാധനങ്ങളുണ്ട്. ഒരു നായർ തറവാടോ കുട്ടിയോ അല്ലെങ്കിൽ അച്ഛൻ വീട്ടിൽ വരാത്തൊരു അച്ഛനെയോ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇത് എം ടിയുടെ ലോകമാണ്. നമുക്ക് എൻ എസ് മാധവന്റെ കഥകൾ ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത്രയധികം വൈവിധ്യം ഓരോ എഴുത്തുകാരും പുലർത്തുന്നുണ്ട്. അതാണ് ഉത്തരാധുനികത സംഭവിക്കുന്ന പ്രമേയ വൈവിധ്യം. അതോടൊപ്പം തന്നെ ആഖ്യാനത്തിലും ആ പുതുമ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ആഖ്യാനം എന്ന് പറയുന്നത് എങ്ങനെ കഥ പറയുന്നു, ഈ കാലഘട്ടത്തിന്റെ എല്ലാ പ്രത്യേകതകളെയും, സൈബർ ഇടങ്ങളെ, മാധ്യമ സങ്കല്പങ്ങളെ, ഭാഷയിൽ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങളെ ഒക്കെ കഥയിൽ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ കൊമാല എന്ന് പറയുന്ന സന്തോഷ് ചിക്കാനത്തിന്റെ കഥ നോക്കിയാൽ ഒരു ദിവസത്തെ വൈകുന്നേരത്തെ അന്തിച്ചർച്ചയാണ്. അതാണ് കഥ. ഒരു ന്യൂസ് റിപ്പോർട്ടർ ന്യൂസ് വായിക്കുന്നതായിട്ടാണ് കഥ തുടങ്ങുന്നത്. ഇന്ന് നമ്മളോട് കൂടെയുള്ളത് ഇങ്ങനെ ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി ആത്മഹത്യ ചെയ്യും എന്ന് എഴുതി വെച്ച ഒരു കുടുംബമാണ് നമ്മളോടൊപ്പം ഉള്ളത് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പിന്നെ ഈ കഥയിൽ ചർച്ച വയ്ക്കുന്ന ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറയുന്ന അവസാനം അന്തി ചർച്ച പിരിഞ്ഞു പോകുന്നു. ഇതാണ് കഥ. അപ്പൊ ഇങ്ങനെ കഥ അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ പുതുമയുള്ളതായിട്ട് ഈ കാലഘട്ടത്തിൽ മാറുകയാണ്. അങ്ങനെ ഈ ആശയ വൈവിധ്യം കൊണ്ടും അവതരണ വൈവിധ്യം കൊണ്ടും ഉത്തരാധുനികത ഭാഷയിലും ഗദ്യത്തിലും വലിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എൻ എസ് മാധവന്റെ കഥകൾ പഠിക്കുന്ന സമയത്തും UPSCയുടെ ചോദ്യങ്ങളിലും നിരന്തരം കടന്നു വന്ന ഒരെണ്ണമാണ് ഈ അവതരണ വൈവിധ്യം. അപ്പൊ ആവർത്തിച്ചുള്ള വായന കൊണ്ട് ഹിഗ്ഗിറ്റയിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ കഥാകാരന്റെ കഥാതന്ത്രമാണ് ഹിഗ്ഗിറ്റയെ സൗന്ദര്യപൂർണ്ണമാക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്ന ധാരാളം ചോദ്യങ്ങളുണ്ട്. അപ്പൊ കഥ നമുക്ക് പരിശോധിക്കുമ്പോൾ അത് വിശദമായിട്ട് നോക്കണം. അപ്പൊ ഇത് UPSCയുടെ ചോദ്യമായി വരുന്നതിന്റെ കാരണം ഇത് മലയാള സാഹിത്യത്തിൽ തന്നെ സംഭവിച്ചൊരു വലിയ മാറ്റമാണ്. 1990കളുടെ ആരംഭത്താണ് ഹിഗ്ഗിറ്റ വരുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഇന്നും മലയാള കഥ ഓരോ ദിവസവും പുതിയ എഴുത്തുകാരെ, പുതിയ രൂപങ്ങളെ, പുതിയ ഭാവങ്ങളെ കണ്ടുകൊണ്ടാണ് കഥയും നോവലും അതുപോലെ ഒട്ടുമിക്ക സങ്കല്പങ്ങളും. നാടകമൊക്കെ ഇപ്പം ഇന്ന് വളരെ കുറഞ്ഞു പോയി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നാടകം പോലുള്ള സാഹിത്യ രൂപങ്ങൾ കുറഞ്ഞു. മറ്റ് സാഹിത്യ രൂപങ്ങൾ ഇന്ന് ഇപ്പം നിരൂപണമാണെങ്കിലും ഒക്കെ പുതിയ നിരൂപകർ, പുതിയ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് നിരൂപണം നടത്തുന്നവർ മലയാള സാഹിത്യത്തിലേക്ക് നിരന്തരം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് മലയാള സാഹിത്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശദ പഠനത്തിനുള്ള കൃതികളോടൊപ്പം തന്നെ ഈ ഓരോ കാലഘട്ടത്തെയും മനസ്സിലാക്കി എഴുത്തുകാരെ പഠിക്കണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പൊ ചിലപ്പോൾ ഒരു ചോദ്യം വരികയാണ്. ഉദാഹരണം പറയുന്നത്, തകഴി, പൊൻകുന്നം പറക്കി, ദേവ് ഇവരുടെ കഥകളുടെ പ്രത്യേകതകൾ എന്ത്? ഇതാണ് ചോദ്യം. UPSC ചോദ്യം ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇവരെല്ലാവരെയും കുറിച്ച് കുറച്ചറിയാം. അവരുടെ എഴുത്തിന്റെ പ്രത്യേകത പറയുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഒരു ഡിമാൻഡ്. ഒന്ന് ഇവരെ മൂന്നുപേരെയും ഒരുമിച്ച് ചോദിക്കാനുള്ള ഒരു കാരണമുണ്ട്. അവരൊരു കാലഘട്ടത്തിലെ എഴുത്തുകാരാണ്. അവരുടെ കഥകൾക്ക് അവരുടേതായ ചില പ്രത്യേകതകളുമുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ വരുമ്പോൾ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളെ ഇവരെല്ലാവരും ഒരേപോലെ അഡ്രസ്സ് ചെയ്തവരാണെന്നും ഇത് മലയാളത്തിലെ നവോത്ഥാന കാല എഴുത്തിന്റെ പ്രതീകങ്ങളാണ് ഇവരെന്നുള്ള രീതിയിൽ നമ്മൾ ഉത്തരത്തിലേക്ക് കൊണ്ടുവരണം. അതിനാണ് UPSC ചോദ്യം നമ്മളോടും ചോദിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ MTയുടെ നമ്മൾ വായിച്ചൊരു നോവലിനെ കുറിച്ച് എഴുതുക എന്നുള്ളത് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു തവണ ചോദിച്ചു ആനന്ദിന്റെ ഏതെങ്കിലും ഒരു നോവലിനെ മുൻനിർത്തി ആനന്ദിന്റെ എഴുത്തിന്റെ പ്രത്യേകത കൊണ്ട് ആനന്ദ് ഒരു ഉത്തരാധുനികതയിൽ പെടുന്ന നോവലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് എഴുത്ത് അങ്ങനെ പ്രത്യേകതയുള്ളതാണ്. അപ്പൊ ഒരു ചോദ്യം അങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ വായിച്ചൊരു നോവലിന്റെ കഥ എഴുതാനല്ല ഉദ്ദേശിക്കുന്നത്. ആനന്ദിന്റെ എഴുത്തിന്റെ പ്രത്യേകതകൾ ഈ നോവലിൽ എങ്ങനെ പ്രതിഫലിച്ചിട്ടുണ്ട്, ആനന്ദ് അവതരിപ്പിക്കുന്ന ആശയലോകം, ആനന്ദ് അവതരിപ്പിക്കുന്ന അവതരണത്തിലെ പുതുമ, ഇങ്ങനെയുള്ളതാണ് UPSC ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സാഹിത്യ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം കഥകളും കവിതകളും സാഹിത്യ രൂപങ്ങളും ഒക്കെ വായിക്കാൻ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഇപ്പോൾ MTA ചോദിച്ചിട്ടുണ്ട്, എഴുത്തുകാരെ എടുക്കുമ്പോൾ നിരൂപകരെ പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇവരുടെ എല്ലാം പ്രസ്ഥാനപരമായ ലിങ്ക്, ആ ഒരു കണക്ഷൻ നമ്മൾ ഉത്തരത്തിൽ എപ്പോഴും കൊണ്ടുവരണം. അങ്ങനെ സാഹിത്യ ചരിത്ര ബോധത്തിൽ വേണം ഇത് നമ്മൾ വായിക്കാൻ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോ. ഇന്നലെ എനിക്ക് അധികം സമയം നിൽക്കാൻ പറ്റിയില്ല. നമുക്കൊരു 5 മിനിറ്റ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുവാണെങ്കിൽ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാം. ഇന്നലത്തെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.
നമ്മൾ കറക്റ്റ് ടൈമിൽ ഒപ്പിക്കുകയാണ് ചെയ്തത്. പറഞ്ഞ അത്രയും ക്ലിയർ ആണോ? എനിക്ക് ഓൺലൈനുള്ളവരെ പേരൊന്നും വിളിക്കാൻ പറ്റാറില്ലായിരുന്നു. ഓക്കെ ആണോ? ഓക്കെ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഈ സാഹിത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടോ? ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതലായിട്ട് അറിയണം എന്നുള്ള എന്തെങ്കിലും ഉണ്ടോ? ഓക്കെയാണ്. അപ്പം നമ്മൾ ഇനി അടുത്ത ദിവസങ്ങളിൽ കവിത എങ്ങനെ വായിക്കണം, കഥകൾ എങ്ങനെ വായിക്കണം എന്നൊരു ചർച്ച കൂടിയുണ്ട്. അപ്പോൾ ആ വായനയും കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒഫീഷ്യലി ക്ലാസ്സുകൾ തുടങ്ങും. അത് അപ്പോഴേക്കും റിസൾട്ട് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വന്നു വന്നു ഇല്ലേ? ഓക്കെ. എപ്പോഴായിരുന്നു? ഞാൻ ഇവിടെ നിന്ന് ക്ലാസ്സിന് കയറുന്നവരെ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ 5 മിനിറ്റ് ആയുള്ളൂ. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട്? നോക്കിയായിരുന്നോ? നോക്കിയോ? എന്നാൽ കഴിഞ്ഞ സമാധാനത്തിൽ നോക്കുക, ശാന്തമായിരിക്കുക. ഓക്കെ. അപ്പോൾ ചോദിച്ചോളൂ. പേഴ്സണൽ മെന്റർഷിപ്പിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ മെയിൻസ് ടെസ്റ്റ് സീരീസിന് ഇത്തിരി സ്പീഡായിട്ടുള്ള പരീക്ഷ, അതായത് നമുക്ക് 250 മാർക്കിന്റെ പരീക്ഷ എഴുതണം നിർബന്ധമുണ്ട്. 2.5 മാസം കൊണ്ട് നമ്മൾ ഇത് എഴുതി തീർക്കാൻ വേണം. പേഴ്സണൽ മെന്റർഷിപ്പ് കുറച്ചും കൂടി ടൈം എടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നമുക്ക് 4 മാസത്തിനകത്ത് തീർക്കേണ്ട ഒരു പ്രോഗ്രാമാണ്. അതിന് ആഴ്ചയിൽ ഒരു പരീക്ഷ എന്നുള്ളതാണ് രീതി. ഒരു 3 യൂണിറ്റ് ഒക്കെ പഠിക്കണം. 3 യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോൾ ഒരു പരീക്ഷ എഴുതണം. ആ പരീക്ഷ ഒരു 100 മാർക്കിന്റെ പരീക്ഷയായിരിക്കും. അപ്പോൾ നമ്മൾ ആ പഠിച്ച മേഖലകളുടെ കണ്ടന്റ് നിങ്ങൾക്ക് ക്ലിയർ ആണോ, ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത്. അതിന് പേഴ്സണലായിട്ട് ഫീഡ്ബാക്ക് തരും. അങ്ങനെ അടുത്ത ടോപ്പിക് എടുക്കുക. അപ്പോൾ ഈ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഇതേപോലെ റിവിഷൻ ക്ലാസ് ആയിട്ട് എടുക്കുന്ന ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാം. അത് വെച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നല്ലോണം നോട്ട് ഉണ്ടാക്കണം. അപ്പോൾ നോട്ടുമായി ബന്ധപ്പെട്ട ഡൗട്ടുകളെ ക്ലിയർ ചെയ്യും. അതിന് നമുക്ക് മെറ്റീരിയൽ സപ്പോർട്ട് തരും. ഇതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ അടുത്തൊരു വർഷത്തേക്ക് നമ്മൾ സെറ്റായിരിക്കണം. ഈ 2 മാസം കൊണ്ട് നമുക്കൊന്നും നടക്കില്ല. അപ്പോൾ അതിന് മുന്നേ നമ്മൾ സെറ്റായിരിക്കുക എന്നുള്ളതാണ്. ഈ 2 മാസം ശരിക്കും എഴുതാൻ മാത്രമുള്ള സമയമുള്ളൂ. പിന്നെ കുറേയൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്ന പലരും അത്ര ആയിട്ടുണ്ടാവില്ല. അങ്ങനെ റിവിഷൻ ചെയ്തിരുന്ന നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അത് നിങ്ങളുടെ, അതായത് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങും. നിങ്ങൾക്ക് നിങ്ങൾ റെഡി ആവുന്ന സമയത്ത് എഴുതി തുടങ്ങാം. ഉടനെ തന്നെ ചെയ്യുവാണെങ്കിൽ നല്ലത് തന്നെയാണ്. പരമാവധി ഡിസംബറിനകത്ത് ഈ പ്രോഗ്രാം നമ്മൾ തീർക്കണം. ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ പ്രിലിംസിനുള്ള സമയമാണ്. ക്ലാസ് ഇതാണ്, നമ്മൾ മെയിൻസുകാർക്ക് കൊടുക്കുന്ന ക്ലാസ് തന്നെയാണ്. ഇതേപോലെയുള്ള എങ്ങനെയാ? ഓൺലൈൻ ഉണ്ട്. ഓൺലൈൻ ആയിരിക്കും മിക്കവാറും കംപ്ലീറ്റ് ആയിട്ട്. ഈ കുറച്ചും കൂടി ലേറ്റ് ആയിട്ടുള്ള ടൈമിലാവും മിക്കവാറും. ടൈം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. നമ്പർ ഞാൻ തരാം, മെസ്സേജിലിട്ടേക്കാം. വേറെ എന്തെങ്കിലും? അപ്പം എല്ലാവർക്കും റിസൾട്ട് നോക്കുക, സമാധാനത്തിലിരിക്കുക. റിസൾട്ട് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അടുത്ത പരിപാടികൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. ഒരു ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ്. വളരെ സമാധാനത്തിൽ ചെയ്യുക. ഓക്കെ, താങ്ക് യു.